ദേവസ്വം ബോർഡ് അംഗത്തിന് സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നത്തിൽ അയ്യപ്പൻ വന്ന് പറഞ്ഞത്രേ, എന്റെ ദ്വാരപാലക ശില്പത്തിന്റെ ഭംഗി കുറഞ്ഞു, അല്ലെങ്കിൽ അത് മങ്ങിപ്പോയി, അതുകൊണ്ട് മാറ്റണമെന്ന്. അപ്പൊ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. It was installed on the day of Tiruvanam. 20 years ago, businessman Vijay Mallya had offered. മനോഹരമായിരിക്കരുത്. പിണറായി വിജയനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ എന്ത് ദൃശ്യ തെളിവുകളാണ് ഗോപാലകൃഷ്ണന്റെ കയ്യിലുള്ളത്? അതെനിക്ക് കിട്ടുന്ന താങ്ങിയാന്നറിയാം. ഉണ്ണികൃഷ്ണ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ എന്ത് അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. എങ്ങനെയുണ്ട്? നമ്മുടെ പെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. പാളി തിരിച്ചു വരുമ്പോ ചെമ്പായില്ലേ? ഈ സ്വർണത്തെ ചെമ്പാക്കുന്നത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എല്ലാ സ്ഥലത്തും. കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് നല്ല ബന്ധമുള്ളയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അവൻ തന്നെയാ സൗണ്ട് കേട്ടാ അറിയാം. എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ശബരിമലയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില രേഖകളുടെ ചിത്രങ്ങളുടെ ചെമ്പായി എന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡ് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരും ഉത്തരം പറയും? വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾ. ചേട്ടൻ ഇത് എന്ത് പറ്റി? വീട് ജപ്തിയായെന്ന് തോന്നുന്നു, അതിന്റെ സങ്കടത്തില. അല്ലെങ്കിൽ അന്ന് ഈ ഘടിപ്പിച്ച സ്വർണ്ണപ്പാളി എവിടെ? അത് മങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. മങ്ങിപ്പോയാലും മങ്ങിപ്പോയതിന്റെ ബാക്കി ഉണ്ടാവണമല്ലോ, അതും കാണുന്നില്ല. ഏത് സ്വർണത്തിന്റെ പാളിയാണെന്ന് തന്നെയാണല്ലോ ഇതുവരെ എല്ലാവരും പറയുന്നത്. ഷോക്ക് കൊടുത്തില്ലേ? അയാൾ വീണ്ടും കൃഷ്ണൻ അങ്ങോട്ട് പോറ്റി ഇങ്ങോട്ട് വരിക, അത് അഴിക്കുക, അത് അഴിച്ച് മറ്റേ കീശയിലിടുക, അങ്ങോട്ട് കൊണ്ടുപോവുക. അതിൽ ഈ 42.8 കിലോഗ്രാം തൂക്കമാണ് ദ്വാരപാലക ശില്പത്തിന്. അതിൽ 397 ഗ്രാമാണ് സ്വർണം. ഇത് തീർന്നില്ലേ സ്വർണം? ആ സ്വർണ്ണപ്പാളി തിരിച്ചു വരുമ്പോ ചെമ്പായില്ലേ? സന്തോഷമായി. ഇത് ഹൈക്കോടതി പറഞ്ഞത് അതിനർത്ഥം എന്താ? സംശയത്തിന്റെ നിഴലിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ. അന്ന് തന്നെ 2019 ഈ മനുഷ്യൻ നടത്തിയിട്ടുള്ളത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീണ്ടും കൊടുത്തേക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതിന്റെ പിന്നിലെ ദുരൂഹത എന്ത് ദുരൂഹത? ഇത് ദുരൂഹതയൊന്നും അല്ലെന്ന്. ഇത് ഒരു മിനിറ്റ് ഞാനൊന്ന് തീർത്തോട്ടെ. ഇനിയും മല കുറേ ചവിട്ടണോ? കയറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ദേവസ്വം മന്ത്രി, ഇത് ദേവസ്വം പ്രസിഡന്റ്, ഇത് ദേവസ്വത്തിന്റെ പ്രധാനപ്പെട്ട ആള്, ഇവിടുത്തെ ഗവൺമെന്റ് അടക്കം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഉള്ള ആളുകൾ ചെയ്യുന്ന തട്ടിപ്പാണ്. ആ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം. സഖാക്കളെ, നമ്മളെല്ലാവരും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയാം. എന്നാലും നിലയ്ക്കലിൽ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്. നിലയ്ക്കലില് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാ. എത്ര പെട്രോൾ അടിച്ചു അറിയില്ല. കോടതി ചോദിച്ചു എത്ര പെട്രോൾ അടിച്ചു അറിയില്ല. ആർക്കടിച്ചു കൊടുത്തു അറിയില്ല. എത്ര രൂപ ചെലവാക്കി സകല കാര്യത്തിനും കണക്കില്ല. എന്നാലും ദാർശനികമായ നിലപാട് കൈവിട്ടു പോവാതിരിക്കുക. തിരുവാഭരണം രജിസ്റ്ററിൽ ഈ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും കൊടിമരമുണ്ട്. ആ ക്ഷേത്രം സ്വർണം പൂശും കൊടിമരത്തിൽ. ആ കൊടിമരത്തിൽ എത്ര പൂശി, എത്ര സ്വർണ്ണമുണ്ട്, എത്ര സ്വർണ്ണമാണ് പൂശിയത് തെളിവില്ല. വലിയ വെഡ്ഡി 1, ചെറിയ വെഡ്ഡി 1. ഇനി ശബരിമലയല്ല, എല്ലാ ക്ഷേത്രത്തിന്റെയും, ശബരിമല അടക്കമുള്ള എല്ലാ ക്ഷേത്രത്തിന്റെയും സ്വത്ത് ഭഗവാന്റെയാണ്. ഭഗവാൻ മൈനറാണ്. സ്വാമിയെ അതും കാണുന്നില്ല. ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ ഇപ്പോൾ അത് ചെമ്പാണ്. 2019 ഉത്തരവിലും മഹസറിലും അത് ചെമ്പാണ്. അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകും. ആർക്ക് പങ്കുണ്ടെങ്കിലും അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകും.